ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള എന്നാൽ ഇറച്ചിയില്ലാത്ത ഒരു മസാലക്കറി ഉണ്ടാക്കാം. ഇറച്ചിക്ക് പകരം നമുക്ക് ചക്കക്കുരു ചേർത്തിട്ട് ഒരു അടിപൊളിയൊരു ഡിഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ചക്കക്കുരു നന്നായിട്ട് കഴുകി റൗണ്ടിൽ അരിഞ്ഞെടുത്ത് അല്പം ഉപ്പും ഇപ്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ ഒരു 3 വിസിലടിക്കുക. 3 വിസിലിൽ തന്നെ നമുക്ക് ഏകദേശം ചക്കക്കുരു വെന്ത് കഴിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കിനും അതിന് വെള്ളം തെറിച്ച് വിസിലടിക്കുമ്പോഴത്തേക്കിനും മേളിൽ വന്ന് വീഴാറുണ്ട്. അപ്പോൾ അടപ്പിൻ്റെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. കിച്ചടക്ക് വരെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കാം, നമുക്ക് വിസിലടിച്ച് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ മേളിലൊന്നും പറ്റിയിട്ടില്ല. കിച്ചു മാത്രമല്ല, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കളിയാണ്. ഇത് നമ്മുടെ ആദിക്കുട്ടൻ. നമുക്ക് ചട്ടി ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക, അതിലേക്ക് അല്പം പെരിഞ്ചീരകം ചേർക്കുക. കൂടാതെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെ ഇടുക. അതിലേക്ക് ഒരു പകുതി മുക്കാലും നമ്മുടെ ഒരു പിടി എടുക്കുക. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞത്, അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ചിലർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്ത് അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തക്കാളി ചേർക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെല്ലാം ഉണ്ടെന്ന് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ മെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ആദ്യം കിച്ചു വന്ന്, പിന്നെ ദിയ വരുന്നു, ആദി വരുന്നു, അപ്പു വരുന്നു, അങ്ങനെ എല്ലാവർക്കും കൂടി അവിടെ ഇരുന്നു അതിൻ്റെ ഓരോ പീസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ വെയിലത്ത് ഇരുന്ന് ഓടി കളിച്ച് വിഷമിച്ചാകെ ടയേർഡായിട്ടിരിക്കുമായിരുന്നേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ അമ്മ ഇപ്പോൾ നല്ല കുക്കിംഗ് ആണ്. അമ്മ അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. നന്നായിട്ട് വഴറ്റി അത് നല്ലൊരു ഇത് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്, എരിവില്ലാത്തത്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, കൂടാതെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്താൽ മതി. അത് ചേർത്തിട്ട് അത് ആ ഒരു നമ്മുടെ വറുത്തരച്ച് വരുന്ന പോലെയുള്ള ഒരു ഇതിൻ്റെ പച്ചപ്പ് മാറിക്കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് വഴറ്റിയ ശേഷം ചക്കക്കുരു വേവിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ അടിപൊളി ബീഫ് കറി മാറി നിൽക്കും. അതുപോലത്തെ ഒരു ഐറ്റം കേട്ടോ, അത് സൂപ്പറാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്ത് ചെയ്യാം. ചക്കക്കുരു മാത്രം കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് തന്നെയാണ്. ഏറ്റവും നല്ല അടിപൊളി ഡിഷ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.